വന്നു മിന്നി നിൽക്കണേ. എവിടെയോ കൊളുത്തി കിടപ്പുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നാലും നീ തുണി പിടിച്ചിട്ട് താഴോട്ട് വാ, പറഞ്ഞുതരാം. കഥ എന്തോന്ന്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആദ്യം മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോഴൊന്നും റിപ്ലൈ തരില്ലായിരുന്നു. പിന്നെ റിപ്ലൈ തന്നു തുടങ്ങി. അവളുടെ ഫാമിലി എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പിന്നെ അവളുടെ മാമൻ പോലീസിലാണ്. എൻ്റെ അടുത്ത് വളച്ചിലെടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. അച്ഛനടുത്തും കൂടെ ഒന്ന് പറഞ്ഞേ കേട്ടാ. ഓ ശരി, പെണ്ണിനൊന്ന് കാണിച്ചാ. നിനക്കറിയായിരിക്കും, യൂട്യൂബിലൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പാർവതി ഇല്ലേ? ഒബ്വിയസ്ലി മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓ പിന്നെ വേറെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കൊണ്ട് പറയാം. അവള് മെസ്സേജ് അയച്ചു, എന്റെ കാര്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ശരിക്കും? ഓ പിന്നെ കാര്യങ്ങൾ ഇത്ര സ്ഥിതിക്ക് എനിക്ക് ചെലവ് നടത്താം. പിന്നെന്താ. അവളുടെ വീട്ടിൽ എന്തോ സീനുണ്ട്. ഒരു രജിസ്റ്റർ മാരേജിനുള്ള കോൾ കാണുന്നുണ്ട്. ഇനി മെസ്സേജ് അയക്കേണ്ട, ലീഗലി മൂവ് ചെയ്യണമെന്ന്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒഴിഞ്ഞ ഈ മണ്ണുണ്ണി തൊണ്ടയിലെത്തിയ മന്തി വരെ തോണ്ടിയെടുക്കും. തൽക്കാലം ഇതങ്ങ് മുണുങ്ങാം. ചേട്ടാ, ഇത് രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള മെസ്സേജ് അല്ല. ചേട്ടാ ഈ മെസ്സേജ് അയച്ചാൽ ലീഗലി മൂവ് ചെയ്യുന്ന ചേച്ചി പറഞ്ഞത്. അതിന്റെ അർത്ഥം അതല്ലേ? അല്ല, ആ ചേച്ചി അയച്ച മെസ്സേജും ചേട്ടൻ വായിച്ച ടോണും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവൾ എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വിധമുണ്ട്. ഒരു ദിവസം ഞാൻ നല്ല തലവേദന എടുത്തിരുന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിക്കുക, നിനക്കെന്താ വയ്യേ, തലയ്ക്ക് സുഖമില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ചെറിയൊരു തലവേദന ഉണ്ടത്. അതങ്ങനെയല്ല, നിനക്കെന്താ വയ്യേ, തലയ്ക്ക് സുഖമില്ലേ എന്നാണ് ആ ചേച്ചി ചോദിച്ചത്. എനിക്ക് ജോലിയില്ലാത്തത് അവൾക്കൊരു കൺസേൺ ആയി തുടങ്ങി. ഒരിക്കൽ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, നിനക്ക് വേറെ പണിയില്ലേന്ന്. അങ്ങനെയാ പിന്നെ എല്ലാ ജോബ് ഇന്റർവ്യൂസിനും പോയി തുടങ്ങിയത്. നിനക്കൊന്നും വേറെ പണിയില്ലേ? അവളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഓടി വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും, കുറച്ച് സമാധാനം തരുമെന്ന്. കുറച്ച് സമാധാനം തരോ? ടോൺ ടോൺ ശ്രദ്ധിക്കണം. എൻ്റെ ബർത്ത്ഡേ അന്ന് എൻ്റെ ഫോട്ടോ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവള് പറയുക, ഞാൻ ചെരുപ്പ് എടുക്കട്ടെ എന്ന്. ഗിഫ്റ്റ് ആയിട്ടായിരിക്കും. ഞാൻ പറഞ്ഞു, 8 ലൂണാറും. ഇത് എനിക്ക് ഗിഫ്റ്റ് തരാനല്ല, നിന്നെ ചെപ്പ അടിച്ച് പൊട്ടിക്കാനാണ്. അവൾ എനിക്ക് മെസ്സേജ് അയച്ചു. എന്താ? നിങ്ങളെ രണ്ടുപേരും തിരക്കി. ഇവിടെ ഉണ്ട്, TV കാണുക. അന്ന് ചേച്ചി എന്നെ അമ്മയെ തിരക്കിയതല്ല, ചേട്ട ഉമ്മ കൊടുത്തപ്പോ നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല. ചേച്ചിയുടെ മാമൻ എസ്, അനിയൻ കുംഫു, അച്ഛൻ വക്കീല്, ഇത് ഫാമിലിയെ പരിചയപ്പെടുത്തി തന്നതല്ല, അത് നിനക്ക് വാണിംഗ് തന്നതാണ്. അറിവ് കെട്ട ഉണ്ടമേ. പാറു അങ്ങനെ പറയൂല. ചേട്ടൻ വിഷമിക്കണ്ട, അല്ലേലും ബോയ്സ് എല്ലാം വളരെ സിമ്പിളാ. ചേട്ടാ, സിനിമ ഇടാൻ പോണ്, കാണണമെങ്കിൽ വാ.